നിന്റെ കൂടെയുള്ള ഈ കുട്ടിയെ, നിന്റെ ചോരയിലുണ്ടായ അല്ലെങ്കിൽ നിന്റെ കെട്ടിയ അപ്രവാസിയുടെ ചോരയിലുണ്ടായ കുട്ടിയെ ഇവൻ എത്രത്തോളം കെയർ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ്റെ ചോരയിലുണ്ടായ, നീ ഇറങ്ങിപ്പോയ ആ മൊബൈൽ ഷോപ്പുകാരൻ്റെ ചോരയിലുണ്ടായ 3 കുട്ടിയെയും ഉപേക്ഷിച്ച ആ നാറിയെ നീ എങ്ങനെ വിശ്വസിച്ചു? ആ 3 കുട്ടികളും അവൻ്റെ ചോരയിലുണ്ടായ കുട്ടിയാണ്. ആ കുട്ടികളെ ഉപേക്ഷിച്ചിട്ടാണ് നിന്റെ കുട്ടിയെ അവൻ എത്രത്തോളം കെയർ ചെയ്യും? ഒന്ന് ചിന്തിക്കൂ. അവിടെയാണ് നീ ചിന്തിക്കേണ്ടത്. 2 മിനിറ്റിൻ്റെ സുഖത്തിന് വേണ്ടി നീ ഇറങ്ങിപ്പോയല്ലോ. ഇതിനൊക്കെ ഒരുപാട് പറയുന്നില്ല, കുറച്ച് വീഡിയോസുകൾ വെച്ചുതരാം, കേട്ട് പഠിക്ക്. ബൈക്കിലിരിക്കുന്ന ചെക്കൻ്റെ കൂടെ പോയി ബൈക്കിൻ പിന്നിൽ ആ ബൈക്കിന് പോകുന്നതും ഈ ഉമ്മ അപ്പോഴും എഴുന്നേറ്റിട്ട് വിളിക്കുന്നൊരു വിളിയുണ്ട്, മോളെ എന്നൊരു വിളി. ഉമ്മാക്കാരുമില്ല, ഈ ഉമ്മാക്ക് പെൺകുട്ടിയല്ലാതെ ആരുമില്ല. മോളെ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. മോളെ. ആ ഉമ്മയുടെ നെടുവീർപ്പ് ആരോട് പറയാൻ കഴിയും? പക്ഷേ ഞാനിപ്പോൾ വഴുതു പറയുമ്പോൾ അന്ന് നിങ്ങളോട് വഴുതു പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടി ചാടിപ്പോയ കഥയാണ്. ഇന്ന് ആ പെൺകുട്ടി ആർക്കും വേണ്ടാത്ത ഉപ്പ് തൊട്ട കലം പോലെ ഈ ഉമ്മയുടെ കൂടെയുണ്ടെന്ന് ഓർക്കണം. ആരുമില്ല അവൾക്ക്, ഈ ചെക്കനില്ല, മറ്റുള്ളവരില്ല. വേറെ കാരണം ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി. പിന്നൊക്കെ പ്രശ്നം തന്നെ. ആർക്ക് വേണം ഈ കാണുന്ന ജീവിയെ? അത് മൈക്കിലൂടെ പറയാൻ പ്രയാസമുണ്ട്. അവസാനം ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഈ പെണ്ണ്, ആ ഉമ്മ ഇങ്ങനെ നോക്കി വളർത്തുന്നുണ്ട്. ആർക്ക് വേണം? പക്ഷേ ഉമ്മ കൈവിടുകയോ? ഷഹന, നീ ചെയ്തത് ഒരുപാട് തെറ്റാണ്. നിനക്കവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഭർത്ത വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ സ്വഭാവം ശരിയല്ല, വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഇത് പ്രശ്നമാണ്, മൊബൈൽ ഉപയോഗിക്കുന്നത് പ്രശ്നമാണ്, അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കണ്ടവൻ്റെ പുറം ഇറങ്ങിപ്പോയിട്ട് നശിച്ചത് നിൻ്റെ കുടുംബം മാത്രമല്ല, 2 കുടുംബമാണ് അവിടെ നശിച്ചിരിക്കുന്നത്. 2 കുടുംബം പൊക്കിയില്ലേ? വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് നിങ്ങളെ പൊക്കിയില്ലേ? നിനക്ക് നിൻ്റെ ഭർത്താവിനെ വേണ്ടെങ്കിൽ നീ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, നീ ഡിവോഴ്സ് കൊടുക്കുക. എന്നിട്ട് നിയമപരമായിട്ട് നിനക്ക് പോകാമായിരുന്നു. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? 2 കുടുംബങ്ങളാണ് നശിച്ചത്. അരക്ക് കീഴ്പോട്ട് ശേഷിയില്ലാതെ കിടക്കുന്ന ഭർത്താക്കന്മാരെയും, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്ന് കിടക്കുന്ന ഭാര്യമാരെയും നോക്കുന്ന ഒരുപാട് നല്ലവരായ ആൾക്കാരുണ്ട്. ഭാര്യ കിടപ്പിലായി, എൻ്റെ സുഖത്തിന് വേണ്ടി എനിക്ക് വേറെ ആളടുത്ത് പോകാലോ എന്ന് പോലും ചിന്തിക്കാത്ത നല്ലവരായ ആളുകളുണ്ട് ഈ ഭൂമിയിൽ. അതേപോലെ തന്നെ എൻ്റെ ഭർത്താവ് കിടപ്പിലായി, ആക്സിഡൻ്റായി കിടപ്പിലായി, എനിക്ക് 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി എനിക്ക് വേറെ ആളടുത്ത് പോകാലോ എന്ന് ചിന്തിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ഭൂമിയിൽ. അല്ലാതെ തിന്ന് പല്ലിൻ്റെ ഇടക്ക് കുത്തുമ്പോൾ, ഒന്ന് മൂത്രയ്ക്കാൻ മുട്ടുമ്പോൾ 2 നേരത്തെ 2 മിനിറ്റിൻ്റെ സുഖത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന നീയൊക്കെ അനുഭവിക്കും കർമ്മ എന്നൊരു സംഭവം. കർമ്മ തിരിച്ചടിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. നിന്റെ കൂടെയുള്ള ഈ കുട്ടിയെ, നിന്റെ ചോരയിലുണ്ടായ അല്ലെങ്കിൽ നിന്റെ കെട്ടിയ അപ്രവാസിയുടെ ചോരയിലുണ്ടായ കുട്ടിയെ ഇവൻ എത്രത്തോളം കെയർ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടി പച്ചയിൽ പറഞ്ഞു, ഉമ്മനിക്ക് വേണ്ട, ഉമ്മനിക്ക് വേണ്ട. ഉടനെ തന്നെ ആ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മോളെ കാൽക്കലങ്ങ് വീടുന്നുണ്ട്. അതിൻ്റെ വീഡിയോക്ക് ഒന്ന് കാണും, നല്ലതാണ്. കാൽക്കലങ്ങ് വീടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ മോളെ. ആ ഉമ്മ കാൽക്കലങ്ങ് വീണ് മകളുടെ 2 കാലും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. മകളുടെ 2 കാലിനിടയിലാണ് ഉമ്മയുടെ തല. ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നറിയോ? ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നുണ്ട്. മോളെ, എന്താണ് മക്കളെ, ആരുടെ നെഞ്ചത്താണ് നീ ചവിട്ടുന്നത്?
നിനക്ക് 2 കൊല്ലത്തോളം മുലയൂട്ടി തന്ന, നിനക്ക് 2 കൊല്ലത്തോളം മുല നൽകിപ്പോയ, മുലപ്പാല് നൽകിയ ആ പൊന്നുമ്മയുടെ മാറിടത്തിലാണ് മോളെ നീ ചവിട്ടുന്നത്. ആർക്ക് വേണ്ടി? ഒരു വൃത്തികെട്ടവന് വേണ്ടി, ഒരു വൃത്തികെട്ട ഒരു ചെക്കന് വേണ്ടിയിട്ട്. അവൻ എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് നടന്നവനാണ്, അവൻ എത്ര പെൺകുട്ടികളെ ചാടിച്ചവനാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നത്. ചവിട്ടിയപ്പോഴും ഈ ഉമ്മ കാല് വിട്ടില്ല പെൺകുട്ടിയെ. അവസാനം ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ട്. എനിക്ക് മുതഅല്ലിമീങ്ങൾ ആ ക്ലിപ്പൊന്ന് കാണിച്ചു തന്നു. എൻ്റെ മനസ്സ് പതറി. കാരാണ് ഈ പെൺകുട്ടി ആ ഉമ്മയുടെ കവടത്ത് ഇങ്ങനെ ചവിട്ട് നിന്നപ്പോ, ഒരു ഉമ്മയുടെ കവടത്ത് ചവിട്ട് നിൽക്കുന്ന കണ്ടപ്പോ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത പുളകി മറിയുന്ന ഉമ്മ കൈവിട്ടു. കൈവിട്ട സമയത്ത് ഈ പെൺകുട്ടി ഓടി ചെക്കൻ്റെ കൂടെ, അവൻ ബൈക്കിലിരിക്കുന്ന ചെക്കൻ്റെ കൂടെ പോയി ബൈക്കിന് പിന്നിൽ ആ ബൈക്കിന് പോകുന്നതും ഈ ഉമ്മ പോടും എഴുന്നേറ്റിട്ട് വിളിക്കുന്നൊരു വിളിയുണ്ട്, മോളെ എന്നൊരു വിളി. ഉമ്മാക്കാരുമില്ല, ഈ ഉമ്മാക്ക് പെൺകുട്ടിയല്ലാതെ ആരുമില്ല. മോളെ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. മോളെ